നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മുടിക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെയുണ്ട്. ചിലരുടെ മുടി തഴച്ച് വളരുന്നതാണ്. പാരമ്പര്യമായി ഒരു വ്യക്തിക്ക് മുടി അധികമല്ലെങ്കിൽ വളരെ കുറച്ചായി വളരുന്നതാകുന്നു. എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവരുടെ നല്ല സമയം, നല്ല കാലം ആരംഭിക്കുന്നതിന് മുൻപായി ഒരു വ്യക്തിയുടെ മുടിയിൽ പല തരത്തിലുള്ള വ്യത്യാസങ്ങൾ വന്ന് ചേരുന്നതുമാണ്. മുടി കൊഴിച്ചിൽ കുറയുന്നതാകുന്നു. മുടി പണ്ടത്തെക്കാളും വലുതാകുന്നതാണ്. പെട്ടെന്ന് മാറ്റം. ഇതിന് 3 കാരണങ്ങളാണ് ഉണ്ടാവുക. അതായത് നിങ്ങളുടെ മുടിയിൽ സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള അനുകൂലമായ മാറ്റങ്ങൾക്ക് 3 കാരണങ്ങളുണ്ട്. അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. അതിൽ ആദ്യത്തേതായി പരാമർശിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ ശുക്രപ്രീതിയാകുന്നു. ഒരു വ്യക്തിക്ക് ശുക്രപ്രീതി വർദ്ധിക്കുകയും ശുക്രഗ്രഹം അനുകൂലത്തെയാണ് ഇതിലൂടെ, ശുക്രനുമായി ബന്ധപ്പെട്ട അനുകൂലമായ ഫലത്തെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് എന്ന് അർത്ഥമാക്കാം. പല വിധത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരും. അതിനാൽ ഈ അവസരങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. രണ്ടാമത്തേതായ കാര്യം ശനി പ്രീതിയാണ്. ശനി പ്രീതി ഉണ്ട് എങ്കിൽ ഒരു വ്യക്തിക്ക് വളരെയധികം മുടി വളരുന്നതാണ്. വളരെ അഴകുള്ള മുടി ലഭിക്കും എന്നാണ് പറയുക. മൂന്നാമത്തേതായ കാര്യം ലക്ഷ്മി പ്രീതിയാണ്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉള്ളവരിൽ പ്രത്യേകിച്ചും ഇത്തരത്തിൽ മുടി നന്നായി വളരുകയും ഭംഗിയായി തന്നെ അവർക്ക് ഒരുക്കുവാനും സാധിക്കുന്നതാണ്. ആ മുടി ഭംഗിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ശരിയായ രീതിയിലുള്ള പരിപാലനം നടത്തുവാൻ സാധിക്കും. ഇത് മഹാലക്ഷ്മി ദേവി പ്രീതിയുടെ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുന്നതാണ്. കൂടാതെ മറ്റ് ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളും പരാമർശിക്കുവാൻ സാധിക്കും. മുഖത്ത് ചില പ്രത്യേകതകൾ ഇവർക്ക് വന്ന് ചേരുന്നതാണ്. ഒരു പ്രകാശം, ഒരു തെളിച്ചം ഇവരുടെ മുഖത്ത് എപ്പോഴും ഉള്ളതായി ഇവർക്ക് തന്നെ അനുഭവപ്പെടും. അല്ലെങ്കിൽ മറ്റുള്ളവർ പോലും പറഞ്ഞ് ഈ കാര്യം ഇവർ അറിയുന്നതാണ്. അത്തരത്തിൽ ഇവർ ഉറപ്പിക്കുകയും ചെയ്യും. ഒരു പ്രത്യേകമായ ഒരു വെളിച്ചം, പ്രകാശം ഇവരുടെ മുഖത്ത് എപ്പോഴും ഉണ്ടാകുന്നതാണ്. പ്രത്യേകമായ ഭംഗി ഇവർക്ക് തോന്നുന്നതാണ്. അതിനാൽ തന്നെ വളരെയധികം സന്തോഷം ഇവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. നല്ല കാലം അല്ലെങ്കിൽ ധാരാളം പണം അല്ലെങ്കിൽ വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ നല്ല കാലം വരുന്നതിന് മുൻപായി തന്നെ നമ്മളിലെ ദൈവാംശമായ ആത്മാവ് അത് തിരിച്ചറിയുന്നു എന്നതാണ് വാസ്തവം. ഇതിനാൽ തന്നെ ആത്മാവ് സന്തോഷിക്കുകയും ആ തെളിച്ചം മുഖത്ത് വിളങ്ങുകയും ചെയ്യും. കാരണം പോസിറ്റീവായ ഊർജമാണ് നിങ്ങളിൽ നിറയുക. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഒരു വ്യക്തിക്ക് പലപ്പോഴും സന്തോഷം കടന്ന് വരുന്നതാണ്. എന്നാൽ ചിലർക്ക് സന്തോഷം വ്യത്യസ്തമായ രീതിയിലായിരിക്കും വരിക. അകാരണമായി സന്തോഷം അനുഭവപ്പെടുന്നതായ കാര്യം. എത്ര തന്നെ പ്രശ്നങ്ങൾ ഇവന്റെ മുൻപിലുണ്ട് എങ്കിൽ പോലും, വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്നതായ സമയമാണ് എങ്കിൽ പോലും സന്തോഷം പെട്ടെന്ന് ഇവർക്ക് കടന്ന് വരുന്നതാകുന്നു. എന്തുകൊണ്ടാണ് സന്തോഷം വന്നു ചേരുന്നത്, എന്തുകൊണ്ടാണ് മനഃശാന്തി നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതല്ല. എന്നാൽ ഇവർക്ക് വളരെ മനസമാധാനം ലഭിക്കും. കൂടാതെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. എത്ര തന്നെ പ്രശ്നങ്ങൾ വന്നു ചേർന്നാലും അത് അതീവ പ്രശ്നത്തിലാണ് എങ്കിൽ പോലും ആ കാര്യങ്ങളെ നിസ്സാരമായി കാണുവാൻ ഇവർക്ക് സാധിക്കും. അതെനിക്ക് തരണം ചെയ്യുവാൻ സാധിക്കും, അതെന്നെ ബാധിക്കില്ല എന്ന വ്യക്തമായ ഒരു ചിന്ത, ഒരു തീരുമാനം ഇവർക്കുണ്ട്. നിശ്ചയദാർഢ്യം ഇവർക്ക് വന്നു ചേരും. അതും വളരെ അനുകൂലമായ കാര്യമായി തന്നെ പരാമർശിക്കാം. അതും നിങ്ങളുടെ ജീവിതത്തിൽ ഈ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നതിന്റെ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങളെ തളർത്തുവാൻ സാധിക്കില്ല എന്നതാണ് വ്യക്തമാക്കുവാൻ സാധിക്കുന്നത്. കൂടാതെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ വളരെയധികം പ്രയാസപ്പെട്ടായിരിക്കും നടക്കുക. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുമ്പോൾ തന്നെ ആ കാര്യം നടന്ന് കിട്ടുന്നതാണ്. എല്ലാ കാര്യങ്ങൾ എന്ന് പറയുന്നില്ല, ചിലതെങ്കിലും അത്തരത്തിൽ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. എന്ത് ജീവിതത്തിൽ അത്യാവശ്യമായി വരുന്നുവോ അത് നിങ്ങളുടെ കൺമുൻപിൽ തെളിയുന്നതായ അവസരങ്ങളാണ് വന്നു ചേരുക. അത്തരത്തിൽ വളരെയധികം സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകത വന്നു ചേരും.
കൂടാതെ ഇത് കോടീശ്വര യോഗം നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുന്നതിന് മുൻപായി പ്രകടമാകുന്നതായ അല്ലെങ്കിൽ പണം വന്ന് ചേരുന്നതിന് മുൻപ് കാണുന്ന ലക്ഷണമായി തന്നെ വ്യാഖ്യാനിക്കുവാൻ സാധിക്കും. ഉള്ളംകൈക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഉള്ളംകൈ ചൊറിയുന്നത് ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാകുന്നു. അഥവാ അറിയാതെ ഇത്തരത്തിൽ സംഭവിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾ, ധനം കൈകളിലേക്ക് വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചനയായി പരാമർശിക്കാം. എന്നാൽ കൈകൾക്ക് വ്യത്യാസമുണ്ട്. സ്ത്രീകൾക്ക് അത് ഇടത് കൈയും പുരുഷന്മാർക്ക് വലത് കൈയുമാണ് പരാമർശിക്കുക. അതിനാൽ ഈ പരാമർശിച്ച കൈയിൽ ഇത്തരത്തിലൊരു ചൊറിച്ചിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണ് എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണമാണ്. സൗഭാഗ്യം അല്ലെങ്കിൽ ഒരു അത്ഭുതം ഉടനെ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഏവരുടെയും വീടുകളിൽ വരുന്നതായ ഒരു പക്ഷിയാണ് കാക്ക. കാക്ക നിങ്ങളുടെ വീടുകളിൽ വരികയും കാക്ക വീടുകളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ, അല്ലെങ്കിൽ മണ്ണാണ് എങ്കിലും, കമ്പുകളാണ് എങ്കിലും, ധാന്യങ്ങളാണ് എങ്കിലും കൊത്തിക്കൊണ്ടുവന്ന് നിങ്ങളുടെ വീടിന് മുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിൽ ഇടുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങളെ, കോടീശ്വര യോഗത്തെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. തീർച്ചയായും ഇത് പണം കൈകളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ അനുകൂലമായ സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കുക. നാണയം അല്ലെങ്കിൽ പണം മഹാലക്ഷ്മി ദേവി തന്നെയാണ്. നിങ്ങൾക്ക് വഴിയിൽ നിന്നും ഇപ്രകാരം നാണയം അല്ലെങ്കിൽ നോട്ട് ലഭിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ്. സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. പ്രത്യേകിച്ചും ദേവിക്ക് പ്രാധാന്യമുള്ള വെള്ളിയാഴ്ച തന്നെ ലഭിക്കുകയാണ് എങ്കിൽ ഇരട്ടി ഫലദായകമാണ് എന്ന് കൂടി മനസ്സിലാക്കുക. ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. മഹാലക്ഷ്മി കടാക്ഷത്താൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. തീർച്ചയായും മഹാലക്ഷ്മി ദേവിയെ നിത്യവും നിങ്ങൾ ആരാധിക്കേണ്ടത് അനിവാര്യമാണ്. മഹാലക്ഷ്മി മന്ത്രങ്ങൾ ജപിക്കുക. ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും നിങ്ങൾ ആരാധിക്കുക. ആ സൗഭാഗ്യങ്ങൾ കാലാകാലത്തോളം നിങ്ങളിൽ നിലനിൽക്കുവാൻ സഹായകരമായി തീരും.